ജുബീസ് മിനി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. പോർക്ക് നല്ലവണ്ണം ഒരു 5-6 പ്രാവശ്യം നല്ലവണ്ണം കഴുകി വെള്ളം വാലാൻ വയ്ക്കുക. അതിനുശേഷം ഞാൻ കുക്കറിലാണ് പോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുക്കറിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ലേശം വെളിച്ചെണ്ണ, അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും ഇട്ട് ഇതിനകത്തോട്ട് പോർക്കിട്ട് നല്ലവണ്ണം കൈകൊണ്ട് തിരുമണേ. പോർക്കിട്ട് നല്ലവണ്ണം മസാലയും പോർക്കും തമ്മിൽ നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ച് ആ മിക്സ് നല്ലവണ്ണം പോർക്കിലോട്ട് മസാല നല്ലവണ്ണം ആവുന്ന വിധത്തിൽ നല്ലവണ്ണം തിരുമ്മി കൂട്ടുക. കണ്ടോ, കൈ കൊണ്ട് കണ്ടോ തിരുമ്മി നല്ലവണ്ണം കൂട്ടണം. തിരുമ്മി കൂട്ടിയതിന് ശേഷം നമുക്ക് കുക്കറ് ഗ്യാസിൽ വെച്ച് വേവിക്കാം. എന്നിട്ട് കുക്കർ ഗ്യാസിൽ വെച്ച് ഒരു 4, എൻ്റെ കുക്കറിൽ 4 വിസിൽ മതിയേ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ കണക്കനുസരിച്ചിരിക്കുവേ. 4 വിസിൽ വരുമ്പോൾ ഓഫാക്കി വെക്കുക. നമുക്ക് കറി താളിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് സവാള, തേങ്ങാക്കൊത്ത്, ഉണക്കമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, ഇത്ര സാധനം. ഇത് എല്ലാം അരിഞ്ഞ് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനുശേഷം ചട്ടി വെച്ച് കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് ഇടേണ്ടത് തേങ്ങാക്കൊത്താണേ. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങൾ ചേർക്കാവേ. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളക് ചേർക്കുക. ഇതിൽ സവാളയിലെ വെള്ളമെല്ലാം എണ്ണയിൽ കിടന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ലവണ്ണം ഇട്ട് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നമ്മൾ മസാല കുക്കറിൽ വെച്ചപ്പോൾ മസാലപ്പൊടികളെല്ലാം തിരുമിയതാണ്. എങ്കിലും വീണ്ടും നമ്മൾ കുറച്ച് പോർക്കിൻ്റെ മസാലയും കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനം എടുക്കുക. കുരുമുളക് ഇച്ചിരി കൂടുതലിടണേ. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. കുരുമുളക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളൊന്ന് സപ്പോർട്ടും ചെയ്യണേ. നമ്മുടെ സവാളയുടെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ അവസാനം തക്കാളിയും ചേർത്ത് തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി ഈ എണ്ണയിലിട്ട സാധനങ്ങളുടെ എല്ലാം വെള്ളമെല്ലാം വഴറ്റി നല്ല ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല ഇടാവേ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പോർക്ക് മസാല, മല്ലിപ്പൊടി ആവശ്യമില്ല, നമ്മൾ ആദ്യം ഇട്ടതാണ്. കുരുമുളകാണ് കൂടുതലായിട്ട് നമ്മൾ ചേർക്കേണ്ടത്. ഇട്ട് നല്ലോണം അതിൻ്റെ മസാലയുടെ പച്ച ചുവയെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നല്ല കളറായി കഴിയുമ്പോഴേ മസാല ഇടാൻ പാടുള്ള. മസാല ചേർക്കുക. എന്നിട്ട് നല്ലോണം ഈ മസാല നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയ അതിലോട്ട് നല്ലോണം ആകുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറി എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമ്മൾ വെള്ളമില്ലാതെയാണ് കുക്കറിൽ വേവിച്ചതെങ്കിലും വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം വരുവേ. ആ വെള്ളം ആ ഗ്രേവി ഒഴിച്ച് ആ മസാല നല്ലോണം ഒന്ന് തിളപ്പിച്ച് എണ്ണ തെളിയിച്ചെടുക്കുക. മൂടി വെച്ച് കുറച്ച് നേരം നിർത്താൻ പെട്ടെന്ന് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം മിക്സാക്കി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇറച്ചി കഷ്ണവും ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൂട്ടി കുറച്ച് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കണേ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. നല്ലോണം ഇളക്കി കൂട്ടി വെള്ളം വറ്റുന്നത് വരെ വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ ലേശം വെള്ളം ചേർക്കാത്തതുകൊണ്ട് ലേശം വെള്ളം ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അത് വറ്റിക്കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടുവേ. ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി വറ്റിച്ച് എണ്ണ നല്ലോണം തെളിയിച്ചെടുക്കണം. അപ്പം നമുക്ക് നല്ല അടിപൊളി നമ്മുടെ ഷാപ്പിലും
ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന നല്ല പോർക്ക് ഫ്രൈ നല്ല അടിപൊളി രുചിയിൽ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് മൊത്തം നല്ല പോർക്ക് ഫ്രൈൻ്റെ മണമാണ്. കഴിക്കാനും നല്ല രുചിയാണ്. ഉപ്പ് ആവശ്യത്തിന് നോക്കുക, കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. ഇടയ്ക്ക് ഇത്തിരി കുരുമുളക് 1-2 പ്രാവശ്യം ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് അടിപൊളി പോർക്ക് ഫ്രൈ കിട്ടും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകണേ. ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സഹായിക്കുകയും വേണേ. ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ പോർക്ക് ഫ്രൈ ഇഷ്ടമായോ? അപ്പം നിങ്ങളൊന്ന് വെച്ചിട്ട് അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ടേസ്റ്റ് ഒന്നും എങ്ങനെയുണ്ടെന്നും ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കണ്ടോ, ഇതുപോലെ എണ്ണ നല്ലവണ്ണം തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതുപോലെ കറി നല്ല ഡാർക്ക് ബ്രൗണും ബ്ലാക്കുമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല രുചിയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത് പോലെയും പിന്നെ ഷാപ്പുകളിൽ നിന്ന് കിട്ടില്ല അതുപോലത്തെ വേണേ. ഇടയ്ക്ക് നമുക്ക് കടിക്കാനായിട്ട് തേങ്ങാക്കൊത്തും ഉള്ളതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല രുചി, നല്ല ടേസ്റ്റ്, നല്ല മണവുമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണേ. അവസാനം കുറച്ച് കറിവേപ്പില തൂകുക. അടിപൊളി പോർക്ക് ഫ്രൈ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.